ഇന്ന് ഓപ്പൺ റോഡ് യാത്ര ചെയ്യുന്നത് മുസ്രീസിലെ പ്രാചീന സംസ്കാരം തേടിയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുനമ്പത്താണ്. മുനമ്പം ഹാർബറിൻ്റെ തൊട്ടടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ മുനമ്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ കൊല്ലം ഹാർബർ കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോട്ട് വരുന്നതും മത്സ്യബന്ധന നടക്കുന്നതുമായിട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സംസ്കരണം, കയറ്റുമതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹാർബറാണ് മുനമ്പം ഹാർബർ. ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ പെരിയാറിൻ്റെ ഭാഗമായിട്ടുള്ള കാഞ്ഞിരപ്പുഴയുടെ തീരത്താണ് ഇരിക്കുന്നത്. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ തുരുത്തുകളൊക്കെ കാണാൻ സാധിക്കും, തെങ്ങുംതോട്ടമൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഒരു ബോട്ട് ജെട്ടിയാണ്. ബോട്ട് ജെട്ടി ഇവിടുന്ന് ഈ മുനമ്പത്തുനിന്ന് അഴീക്കോടാണ് കാണുന്നത്. തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോടാണ് കാണുന്നത്. അങ്ങോട്ട് ബോട്ട് സർവീസ് ഉണ്ട്, ഓരോ അരമണിക്കൂറിലും ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഇവിടെ വന്ന് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട്. ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ആളുകളൊക്കെ ഈ ബോട്ടിനെ ആശ്രയിച്ചാണ് അക്കരയ്ക്ക് പോകുന്നത്. അപ്പം ഈ ഒരു ജലാശയമാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തെ ഒരു ജീവിത രീതിയും നമുക്ക് ഇവിടുന്ന് കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാം, ഇത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് ദൂരം കൂടി പോയ കടലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പം കൂടുതലും മത്സ്യബന്ധന ബോട്ടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുന്നത്. വലുതും ചെറുതുമായിട്ടുള്ള ബോട്ടുകൾ പോകുന്നത് നമുക്ക് കാണാം. വള്ളത്തിൽ മീൻ പിടിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ കടലിലേക്ക് പോകുന്ന ആളുകളുണ്ട്. കടലിൽ നിന്ന് മീൻ പിടിച്ചിട്ട് വരുന്നു. അതിവിടെ വന്നിട്ട് ഇവിടെ ഫാക്ടറികളൊക്കെ ഉണ്ട്, ഐസ് ഫാക്ടറികളൊക്കെ ഉണ്ട്, മത്സ്യം സംഭരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രദേശവാസികൾ പ്രധാനമായിട്ടും മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിലും ഇതുതന്നെയാണ്. മത്സ്യബന്ധനം പോലെ തന്നെ മുനമ്പത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സാണ് ബോട്ട് നിർമ്മാണം. ഇപ്പോൾ ഒരുപാട് ബോട്ട് നിർമ്മാണശാലകളുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ബോട്ട് നിർമ്മാണശാലയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഒരു 5-6 ബോട്ടുകൾ, വലുതും ചെറുതുമായിട്ടുള്ള ബോട്ടുകൾ ഉണ്ട് ഇവിടെ. അതിൽ ചിലത് പുതിയതാണ്. പുതിയ ബോട്ടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പഴയ ബോട്ടുകൾ വർഷം കൂടുമ്പോൾ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് വരുന്ന ബോട്ടുകളും ഇവിടെയുണ്ട്. അതിൻ്റെ പെയിൻറ്റിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും ഒരു ബോട്ട് നിർമ്മാണത്തിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൽ പല രീതിയിലുള്ള തൊഴിലാളികളുണ്ട് ഇവിടെ. പെയിൻറ്റിങ് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ കാർപ്പൻറ്റർ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ മെറ്റൽ വെൽഡിങ്, ഫാബ്രിക്കേഷൻ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരെല്ലാവരും കൂടി ചേരുമ്പോഴാണ് ഒരു ബോട്ട് നിർമ്മിച്ച് അത് കടലിലേക്ക് ഇറങ്ങുന്നത്. ഏകദേശം ഒരു 1 കോടി രൂപയ്ക്ക് മുകളിലാണ് ഒരു ബോട്ടിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത്.